ഹായ് ഫ്രണ്ട്സ്, KUF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം മരണപ്പെട്ട മലയാളത്തിന്റെ പ്രിയ നടൻ സുനിൽകുമാറിന്റെ മരണാനന്തര ചടങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവം നമ്മളൊക്കെ അറിഞ്ഞതാണ്. മരണാന്തര ചടങ്ങിലേക്ക് അവരുടെ രീതിയിലേക്ക് കടന്നു കയറി മൊബൈൽ ക്യാമറ കൊണ്ട് ഉള്ള വിളയാട്ടം കൊണ്ട് ഒരു മുഖ്യമന്ത്രിക്ക് തന്നെ അവരെ നിയന്ത്രിക്കാൻ ഇടപെടേണ്ടി വന്നു എന്ന് പറയുമ്പോൾ അതിന്റെ ഭവിഷ്യത്ത് എത്രമാത്രം ഗുരുതരമാണെന്നുള്ള കാര്യം ഇവിടെ ചിന്തിക്കേണ്ടതുണ്ട്. ഇതിനെതിരെ സംസ്ഥാന പോലീസ് മേധാവി ഒരു പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുകയാണ്. അതായത് മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്കും ജീവിതത്തിലേക്കും മൊബൈൽ ക്യാമറ കൊണ്ടുപോകുന്നവർക്കെതിരെ കർശനമായ രീതിയിലുള്ള നിയമ നടപടി എടുക്കുമെന്നാണ് ഇപ്പോൾ പറയുന്നത്. വളരെയധികം സ്വാഗതം ചെയ്യേണ്ട ഒരു കാര്യമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മൊബൈൽ ക്യാമറയും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ടെന്ന് വെച്ചിട്ട് നമ്മൾക്ക് എന്തും ചെയ്യാം എന്നുള്ള രീതിയിലേക്കുള്ള ലൈസൻസ് കിട്ടി എന്നുള്ള ഒരു മനോഭാവമാണ് ഇത്തരക്കാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ മറ്റുള്ളവരുടെ പ്രൈവസിയോ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ജീവിതത്തെ കുറിച്ചുള്ള ഒരു ഇതോ ഇവർക്ക് പ്രശ്നമില്ല. അവർക്ക് ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു കണ്ടന്റ് കിട്ടണം, അവർ വീഡിയോ എടുക്കണം, ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം, അതിൽ കൂടിയിട്ട് വരുമാനം കിട്ടണം എന്ന ഒരു ചിന്താഗതി മാത്രമാണ്. അതിനൊരു തടയിടുന്ന രീതിയിലേക്കാണ് ഇപ്പോൾ കേരള പോലീസിന്റെ ഒരു പുതിയൊരു ഉത്തരവ് ഇറക്കിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചിട്ട് മലയാളത്തിന്റെ സംവിധായകൻ ലാൽ ജോസ് പറയുന്ന കാര്യം നമ്മൾ കേട്ടുവരാം. സങ്കടകരമാണ്. നമ്മളിപ്പോ എന്തെങ്കിലും നമ്മൾ അതിനെ എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരും, ഈ സോഷ്യൽ മീഡിയയിൽ അറ്റാക്ക് ചെയ്യാൻ വരും. പക്ഷെ റിയാലിറ്റി എന്നുള്ളത് നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾക്ക് സംഭവിക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. അത് മാത്രമല്ല, ലോകത്ത് എല്ലാ സ്ഥലത്തും വ്യക്തിപരമായ സ്പേസിന് വലിയ വാല്യൂ ഉണ്ട്. അപ്പോൾ ഒരു ക്യാമറയുമായിട്ട് നിങ്ങളൊരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് കയറുന്നതിന് മുമ്പ് നിങ്ങൾ അനുവാദം മേടിക്കേണ്ടതുണ്ട്. അനുവാദമില്ലാതെ നിങ്ങൾക്ക് കയ്യിൽ ക്യാമറയുണ്ട്, നിങ്ങൾ ജേർണലിസ്റ്റുകളാണെന്ന് പറഞ്ഞിട്ട് എവിടെയും ചെന്ന് കയറാമെന്നുള്ള ഒരു ധാരണയൊക്കെ തെറ്റാണ്. അതിന് നിയമനിർമ്മാണം ഉണ്ടാവണം. ഒന്നാമത് എനിക്ക് വേണം ലൈസൻസ് വേണം. ഈ ഒരു മൊബൈൽ ഫോണുമായിട്ട് എവിടെയും ആ സ്ഥലത്തെ വൈകാരികമായ അവസ്ഥ എന്താണെന്ന് പോലും നോക്കാതെ ഒരാളുടെ പേഴ്സണൽ സ്പേസിലേക്ക് മൊബൈലായിട്ട് ഇത് മാത്രമല്ലല്ലോ, ഇപ്പോൾ ഈ പെൺകുട്ടികളൊക്കെ സിനിമയിൽ അഭിനയിക്കുന്ന പെൺകുട്ടികളൊക്കെ എയർപോർട്ടിൽ നിന്ന് വരുമ്പോൾ, ജിമ്മിലേക്ക് പോകുമ്പോൾ, ജിമ്മിൽ നിന്ന് വരുമ്പോൾ ഒക്കെ മൊബൈലുമായിട്ട് ഒരു സംഘം ആളുകൾ ഇതിനെ നിൽക്കുകയാണ്, അവരുടെ എല്ലാ പ്രൈവസീനെയും ഇതാക്കിക്കൊണ്ട്. എന്നിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ഈ കഴുത്തിൽ കിടക്കുന്ന മാലയുടെ ലോക്കറ്റ് നല്ല ഭംഗിയുണ്ട്, ഇത് എവിടെ നിന്ന് മേടിച്ചതാണെന്നൊക്കെ പോലെയുള്ള ഊള ചോദ്യങ്ങളുമായിട്ട് ഒരു സംഘം ഹൂളിഗൻസാണ് വന്ന് നിൽക്കുന്നത്. ലാൽ ജോസ് പറയുന്ന ഒരു കാര്യം, ഇതൊക്കെ മുമ്പേ തടയപ്പെടേണ്ട കാര്യമാണ്. അതായത് ഇവരെ എതിർത്ത് കഴിഞ്ഞാൽ തന്നെ എതിർക്കുന്നവരെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് ഇവർ പോകുന്നത്. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു മൊബൈൽ ഫോണും അതുപോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലും ഉണ്ട് എന്ന് വെച്ചിട്ട് നമുക്ക് എന്ത് വൃത്തികേടും കാണിക്കാനുള്ള ഒരു ലൈസൻസ് ആയി എന്നുള്ള ഒരു മനോഭാവത്തിൽ കൂടി പ്രവർത്തിക്കുന്നവരാണ് ഇവർ കൂടുതൽ പേരും. ഇപ്പൊ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഒരു ജീവിത ഉപാധിയാണ്. പക്ഷെ മറ്റുള്ളവർക്കൊരു സ്വകാര്യതയിലേക്കും മറ്റുള്ളവരുടെ കുടുംബ പ്രശ്നത്തിലേക്കും ഇറങ്ങിച്ചെന്നിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലുള്ള ഒരു കണ്ടന്റ് ആക്കി മാറ്റുന്ന രീതിയിലേക്ക് പ്രവണത നമുക്ക് അനുവദിക്കപ്പെടാൻ പറ്റാത്തൊരു കാര്യമല്ലേ. അതുകൊണ്ട് ഈ തീരുമാനം വളരെയധികം സ്വാഗതാർഹമായിട്ടുള്ള തീരുമാനമാണ്. ഇത്തരം നിയമലംഘനം നടത്തുന്നവർക്കെതിരെ ശക്തമായ മാതൃകപരമായിട്ടുള്ള രീതിയിൽ നടപടിയെടുക്കാം.